വർഷത്തെ തിരുവനന്തപുരത്തെ ഓണം വാരാഘോഷത്തിന്റെ പ്രധാന ആകർഷണം എന്ന് പറയുന്നത് ഈ കാണുന്ന വൈക്കോൽ മെയ്സാണ്. നമ്മുടെ കുട്ടിക്കാലത്തൊക്കെ നമ്മൾ ഈ കുറുക്കന് വഴി കാണിച്ചു കൊടുക്കുന്ന പസിലൊക്കെ കളിച്ചിട്ടില്ലേ, അതുപോലെ തന്നെയാണ് ഈ സംഭവം. പക്ഷേ ഒരുപാട് പേര് ഇതിൻ്റെ അകത്ത് കയറിയിട്ടുണ്ട്. ആരൊക്കെയാണ് വിജയിച്ച് പുറത്തു വരുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. നമ്മൾ നടന്നത് ഇവിടെ എത്തി. അവസാനം അതൊരു ഡെഡ് എൻഡായി മാറിയിരിക്കുകയാണ്. നിങ്ങൾ കുറേ നേരം ആയോ ഇവിടെ എത്തിയിട്ട്? ഒരു 15 മിനിറ്റ്സ് ആയി. ഇതുവരെയും പുറത്തെത്തിയില്ല. നമ്മളൊരു 10-15 മിനിറ്റ് നടന്നാണ് ഇവിടെ എത്തിയത്. ഒടുവിൽ പുറത്തേക്ക് എത്തിയെന്നാണ് വിചാരിച്ചത്. പുറത്തെ ലൈറ്റൊക്കെ ഉണ്ട്, പക്ഷേ ഇതൊരു ഡെഡ് എൻഡ് ആണ്. വഴി കിട്ടിയോ? എവിടെയെങ്കിലും വഴിയേറ്റ് പുറത്ത് പോയായിരുന്നു? വഴി തെറ്റി പുറത്തു സ്ഥലമുണ്ട്, പക്ഷേ ഒറിജിനൽ എൻഡ് കിട്ടുന്നില്ല. ഒടുവിൽ നമ്മൾ ജയിച്ച ഒരാളെ കണ്ടെത്തിയിരിക്കുകയാണ്. അവൾ പേരെന്താ? മഹിമ. എത്ര സമയം എടുത്തു ഇതിന്റെ അകത്ത്? ഒരു 10-15 മിനിറ്റ്. എങ്ങനെ കണ്ടെത്തി വഴി? കുറെ തെറ്റിയാണ് കറക്റ്റ് അവിടെ എത്തിയത്. ചേട്ടാ, ഒടുവിൽ നമ്മൾ എത്തിയിരിക്കുകയാണ്. നമ്മൾ ഈ 10-15 മിനിറ്റ് നടന്ന് പലർക്കും വഴിതെറ്റി പുറത്തേക്കൊക്കെ പോയി അവസാനം നമ്മൾ ഈ പസിൽ വിജയിച്ചതിൻ്റെ പുറത്തേക്ക് എത്തിയിരിക്കുകയാണ്. നമ്മുടെ ഇപ്പോൾ ഈ പസിൽ വിജയിച്ച് പുറത്തെത്തിയ കുറച്ച് പേരും കൂടിയുണ്ട്. എങ്ങനെയുണ്ടായിരുന്നു ഈ ഒരു എക്സ്പീരിയൻസ്? അയ്യോ, ഭയങ്കര ത്രില്ലിംഗ് ആണ്. മുമ്പ് ഇതുപോലത്തെ ഗെയിം കളിച്ചിട്ടുണ്ടോ? ഇല്ല, ഇങ്ങനെ കളിച്ചിട്ടില്ല. കുറെ ട്രയൽ ആൻഡ് എറർ ആയിരുന്നു. കുറേ വഴിയൊക്കെ തെറ്റി സെയിം വീണ്ടും ഒരേ വഴിയിലെത്തി. ഞാനും വൈഫും ഉണ്ടായിരുന്നു. എൻ്റെ വൈഫും സാറിൻ്റെ വൈഫും അകത്താണോ പുറത്താണോ എന്നറിയില്ല. അതായത് ഇവരെ ഒരു 5 പേരടങ്ങുന്ന സംഘമാണ് ഈ ബസ്സിൻ്റെ അകത്ത് കയറിയത്. പക്ഷേ ഇതിൽ 3 പേര് പുറത്തു വന്നിട്ടുണ്ട്. ഇതുപോലെ ഇവരുടെ കൂടെയുള്ള മറ്റ് 2 പേര് ഇതുവരെ പുറത്തെത്തിയോ അകത്തുണ്ടോ എന്ന് പോലും ഇവർക്കറിയില്ല. അതുപോലെ പലരും ഇതിൻ്റെ അകത്ത് കയറി വഴിയൊക്കെ തെറ്റി പോയവരുണ്ട്. എന്തായാലും മസ്റ്റായിട്ട് ഈ ഒരു ഓണത്തിന് നമുക്ക് ഇത് എക്സ്പീരിയൻസ് ചെയ്യണമെന്നാണ് പറയാനുള്ളത്. ജയചന്ദ്രൻ പുല്ലപ്പാറയ്ക്കൊപ്പം ജിബിൻ JB, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.